ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിസ്വാൻ അഡോർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഇൻസ്റ്റാഗ്രാം ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടാൻ മറന്നു പോകരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുമ്പോൾ എങ്ങനെയാണ് വ്യൂസിനെ കൂട്ടുന്നത് എന്നാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോട്ട് സ്റ്റോറി ഇടണം ആദ്യമേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റോറി ഇടുക. അപ്പോൾ ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇതിന് ഏറ്റവും കൂടുതൽ വ്യൂസ് എങ്ങനെയാണ് കൂട്ടുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടെ ക്രോമിലോട്ട് പോകുക. അപ്പോൾ ജസ്റ്റ് ക്രോമിലോട്ട് പോകുക. അപ്പോൾ ക്രോമിലോട്ട് പോയതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുക. igtools.net/story എന്ന് ടൈപ്പ് ചെയ്യുക. ഇതേപോലെ ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇത് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യമേ കാണുന്ന ഇത് തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ടർക്കിഷ് എന്ന ലാംഗ്വേജ് ആണ്. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ആക്കുക. അതിനുശേഷം നിങ്ങൾ റോബോട്ട് അല്ല എന്ന് വെരിഫൈ ചെയ്യാനുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം ഇവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റോറി ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ സ്റ്റോറി ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വ്യൂസ് ആണ് വേണ്ടത്. മാക്സിമം എന്ന് പറയുന്നത് 100 ആണ്. ഞാൻ ഇവിടെ 100 തന്നെ കൊടുക്കുന്നു. എന്നിട്ട് സ്റ്റാർട്ട് സബ്മിഷൻ എന്ന ഓപ്ഷൻ അതും കൂടെ കൊടുക്കുന്നു. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സക്സസ്ഫുൾ എന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് എൻ്റെ സ്റ്റോറി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ സ്ക്രോൾ ചെയ്തോട്ടോ ഒരു മിനിറ്റ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി 100 പേര് കണ്ടിട്ടുണ്ട് ഇതുവരെ. എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി 100 പേരാണ് കണ്ടിരിക്കുന്നത്. അതോ ഞാൻ ഇട്ടിരിക്കുന്ന ടൈം നോക്കി 2 മിനിറ്റിന് മുമ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് 100 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിന് മാക്സിമം വ്യൂസ് കൂട്ടാൻ പറ്റുന്നത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ഇടാറുണ്ട് ഇല്ലയോ? അപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ഇടാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ റിസ്വാൻ അഡൂർ എന്ന എൻ്റെ ചാനലിൻ്റെ നെയിമാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഓരോ അക്ഷരത്തിനും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കൊടുക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തത് എന്താണോ അതൊന്ന് സെലക്ട് ചെയ്യുക. അത് ഫുള്ളൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കളറ് നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾ എൻ്റെ ഇത് കാണാമല്ലോ, ഇതും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒരേ സമയത്ത് 2 മൂവ് ചെയ്യുക. ഒരേ സമയത്ത് 2 മൂവ് ചെയ്യുക. അതായത് കളറും ഈ ഫോണ്ടും ഒരേ സമയത്ത് മൂവ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഡൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ട്രിക്ക് എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ ഫ്ലിക്കറിങ് ഫോണ്ട് ഇടുന്നത് എന്നാണ്. അതിനായിട്ട് നിങ്ങൾ ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡയമണ്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഡയമണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തിളക്കം ഉള്ള ഒരു സാധനമാണ് ഡയമണ്ട്. അപ്പോൾ ഇത് രണ്ടാമത് സെലക്ട് ചെയ്യണം. കാരണം ഇതിലാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ എന്നാലും നമുക്ക് ഫ്ലിക്കർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതുണ്ട്, ഐക്കണൊന്ന് സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് ആദ്യം ഒന്ന് സേവ് ചെയ്യുക. ഞാൻ ഇത് ഓൾറെഡി സേവ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ ഡിസ്കാർഡ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ആ സേവ് ചെയ്തൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഒരു വരയ്ക്കുന്ന ഒരു ഓപ്ഷനുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കളറ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊന്ന് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇവിടെ ഇറേസ് ടൂൾ ഉണ്ട്. ആ ഇറേസ് ടൂൾ ഒന്ന് എടുത്തിട്ട് എന്താണോ എഴുതാൻ ആഗ്രഹിക്കുന്നത് അതൊന്ന് എഴുതുക. ഞാനിപ്പോൾ റിസ് എന്ന് എഴുതാൻ പോവുകയാണ്.
plzz. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫ്ലിക്കറിംഗ് ആയിട്ടുള്ള ഫോണ്ടൊക്കെ നമുക്ക് സ്റ്റോറി ആയിട്ട് ഇടാൻ കഴിയുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ പിക്ചർ കണ്ടോ, എൻ്റെ പ്രൊഫൈൽ പിക്ചർ കണ്ടോ, വലുതായിട്ടൊന്നും കാണാൻ കഴിയുകയില്ല. അപ്പോൾ ഞാനിപ്പോൾ വേറെ ആരെങ്കിലും സെർച്ച് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ആരിഫ് മുഹമ്മദ്, ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ഫ്രണ്ടിനെയും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് പ്രൊഫൈൽ പിക്ചർ വലുതായിട്ടൊന്നും കാണാൻ കഴിയുകയില്ല. അപ്പോൾ പ്രൊഫൈൽ പിക്ചർ വലുതായിട്ട് കാണണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ജസ്റ്റ് ഇവിടെ 3 ഡോട്ട് ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്തിട്ട് കോപ്പി പ്രൊഫൈൽ URL എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ടൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ക്രോമിലോട്ടൊന്ന് പോകുക. അപ്പോൾ ക്രോമിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കോപ്പി ചെയ്തിട്ടുള്ള URL ഒന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ സൈറ്റിലോട്ടൊന്ന് പോവുക. അപ്പോൾ ആ സൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ കോപ്പി ചെയ്ത ആരുടെ പ്രൊഫൈലാണോ ആ ആളുടെ പ്രൊഫൈൽ നമുക്കിവിടെ കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്ത സെർച്ച് ചെയ്ത ടൂൾ ബാറിൽ തന്നെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പെൻസിൽ ടൂൾ ഉണ്ട്, ആ പെൻസിൽ ടൂൾ ഒന്ന് സെലക്ട് ചെയ്യുക. ഒരു പെൻസിൽ ടൂൾ ഉണ്ട്, ആ പെൻസിൽ ടൂൾ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് 0 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 0 ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ 0 ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു സൈറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സൈറ്റിലോട്ട് വരുമ്പോൾ ജസ്റ്റ് ആരുടെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത അക്കൗണ്ട് ഉള്ള ആളുടെ ഫോട്ടോസൊക്കെ നമുക്കൊന്ന് സേവ് ചെയ്യാനും ഇന്നത്തെ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഏത് ഫോട്ടോ ആണോ വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് സെലക്റ്റഡ് പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പോസ്റ്റുകൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അല്ലാതെ ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ വേറെ 2 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്, അത് വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ പിക്ചർ എങ്ങനെയാണ് വലുതായിട്ട് കാണുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഈ പ്രൊഫൈൽ പിക്ചർ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ ഈ ആഡ്സ് ഒക്കെ വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. എന്നിട്ട് ഇവിടെ 0 ഇൻസ്റ്റാഗ്രാം എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ആളുടെയാണ് വേണ്ടത്, അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രൊഫൈൽ പിക്ചർ വലുതായിട്ട് നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ കാണാം ഇവിടെ ബ്ലറായിട്ടാണ് കാണുന്നത്. അപ്പോൾ HD പ്രൊഫൈൽ പിക്ചർ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിലും സെലക്ട് ചെയ്താൽ ചെറുതായിട്ട് ബ്ലറൊക്കെ ഉണ്ട്. അപ്പോൾ ഫുൾ HD പ്രൊഫൈൽ പിക്ചർ എന്ന ഇത് വേണമെങ്കിൽ പ്രീമിയം നിങ്ങൾ ചെയ്യണം. ആ പ്രീമിയം ഉണ്ടെങ്കിൽ മാത്രമേ ഫുൾ HDയിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരാളുടെ പ്രൊഫൈൽ പിക്ചർ വലുതായിട്ട് കാണുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ മെസ്സേജ് പ്രൈവറ്റ് ആയിട്ട് കാണുന്നത് എന്നാണ്. അതായത് നമ്മൾ ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അയച്ച ആൾക്ക് അറിയാൻ പറ്റുകയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ സീൻ എന്ന് കാണിക്കും, എന്നാൽ ഇത് അങ്ങനെ കാണിക്കുകയില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ 2ാമത്തെ അക്കൗണ്ടിലാണ് ഉള്ളത്. അതിൽ നിന്നും ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ ഞാൻ അയക്കുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. ഹായ് ഹൗ ആർ യു എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി എങ്ങനെയാണ് മെസ്സേജ് പ്രൈവറ്റ് ആയിട്ട് കാണുന്നത് എന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ നെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓഫ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്യുക. അപ്പോൾ വീണ്ടും ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും മെസ്സേജ് വന്നിട്ടുണ്ട്, ഹായ് ഹൗ ആർ യു എന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് ബാക്ക് ചെയ്യുക, വീണ്ടും ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓഫ് ചെയ്യുക, വീണ്ടും ഇൻസ്റ്റാഗ്രാം ഓൺ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മെസ്സേജ് പ്രൈവറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ 2ാമത്തെ അക്കൗണ്ടിലേക്ക് ഒന്ന് പോകുകയാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ ഞാൻ മെസ്സേജ് കണ്ടത് അറിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കഴിയും. നോക്കാം. അപ്പോൾ മെസ്സേജ് ഇതുവരെയും കണ്ടിട്ടില്ല, സീൻ എന്ന ഇത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരാൾ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നത് എന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ അക്കൗണ്ടും കിട്ടുകയില്ല, മെയിനായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള അക്കൗണ്ടുകളെ പറ്റിയേ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ റൊണാൾഡീനോ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടെ 3 ഡോട്ട് ഉണ്ട്, ആ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എബൌട്ട് ദിസ് അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യുക.
അപ്പോൾ എബൌട്ട് ദിസ് അക്കൗണ്ട് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഈ അക്കൗണ്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ അക്കൗണ്ട് എന്താണ് തുടങ്ങിയത്, അതുപോലെ തന്നെ ഏത് രാജ്യത്താണ്, അതേപോലെ തന്നെ യൂസർ നെയിം മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒത്തിരി അക്കൗണ്ടൊക്കെ നമ്മൾ കാണുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഫേക്കായിട്ടുള്ള ആപ്ലിക്കേഷൻ, ഫേക്കായിട്ടുള്ള അക്കൗണ്ടൊക്കെ കാണും. അപ്പോൾ അത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കാരണം യൂസർ നെയിം ഒത്തിരി വട്ടം മാറ്റിയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഒരിക്കലും ഒറിജിനൽ ആയിട്ടുള്ള അക്കൗണ്ട് അല്ലായിരിക്കും, ഫേക്കായിട്ടുള്ള അക്കൗണ്ടുകളൊക്കെ ആയിരിക്കും. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് നമ്മൾ ഓൺലൈനിൽ ഉണ്ട് എന്ന് എങ്ങനെയാണ് ബാക്കിയുള്ളവർ അറിയാതെ ഇരിക്കുന്നത് എന്നാണ്. അതായത് ഞാനിപ്പോൾ ഓൺലൈനിൽ ഉണ്ട് എങ്കിൽ ബാക്കിയുള്ളവർ എങ്ങനെയാണ് അത് അറിയാത്തത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഓൺലൈനിലുണ്ട് എന്ന് ഈ ഗ്രീൻ ഡോട്ട് കാണിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഓൺലൈനിലുണ്ട് എന്ന് കാണിക്കാത്തത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ അക്കൗണ്ട് പോയിട്ട് ഈ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സിലോട്ടൊന്ന് പോകുക. അപ്പോൾ സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രൈവസി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രൈവസി ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആക്ടിവിറ്റി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഷോ ആക്ടിവിറ്റി സ്റ്റാറ്റസ് ഒന്ന് ഓഫ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നിങ്ങളെ കൂട്ടുകാർക്ക് നിങ്ങൾ ഓൺലൈനിലുണ്ട് എന്ന് നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഈ ഗ്രീൻ ഡോട്ടൊന്നും കാണിക്കുകയില്ല. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ട്രിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രിക്കായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മുടെ പോസ്റ്റൊക്കെ കാണുന്നവർ എവിടെയുള്ളവരാണ്, എത്ര വയസ്സുള്ളവരാണ്, അതുപോലെ തന്നെ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ കാണുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ആദ്യമേ തന്നെ പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കിയിരിക്കണം. ഒരിക്കലും സാധാരണ ഒരു അക്കൗണ്ട് ആക്കാൻ പാടില്ല, പ്രൊഫഷണൽ ആയിട്ടുള്ള അക്കൗണ്ട് ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾ ഈ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസൈറ്റിലോട്ടൊന്ന് പോയാൽ മാത്രം മതി. അപ്പോൾ ഇൻസൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. ആ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസൊക്കെ കാണുന്നവരെ പറ്റി നമുക്കെല്ലാം അറിയാൻ പറ്റുന്നതാണ്. അതായത് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഡേറ്റ് ഉണ്ട് ജൂൺ 3 തൊട്ട് ജൂൺ 11 വരെ. അപ്പോൾ ഈ ഒരു കാലയളവിൽ നമ്മളെ ഫോളോ ചെയ്തവർ, അൺഫോളോ ചെയ്തവർ എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോസൊക്കെ കണ്ടവർ എവിടെയുള്ളതാണ് എന്നൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എത്ര വയസ്സുള്ളവരാണ്, അതുപോലെ തന്നെ ആണുങ്ങളാണോ കൂടുതൽ കണ്ടത്, പെണ്ണുങ്ങളാണോ കൂടുതൽ കണ്ടത് എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഇടുന്ന പോസ്റ്റൊക്കെ കാണുന്നവർ എങ്ങനെയുള്ളവരാണ് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ് ആദ്യമേ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഈ അക്കൗണ്ടിലോട്ട് ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട്. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൻ്റെ ബയോ ഒന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഫോണ്ട് കണ്ടോ? ഇതിൻ്റെ ഫോണ്ട് എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ഫോണ്ടാണ്. അപ്പോൾ എൻ്റെ പ്രൊഫൈലിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോണ്ട് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബയോയിലെ ഫോണ്ട് സ്റ്റൈൽ മാറ്റുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോണ്ട് സ്റ്റൈൽ മാറ്റിയാൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. കാരണം നമ്മൾ അക്കൗണ്ട് പ്രൈവറ്റ് ആണെങ്കിലും നമ്മൾ അക്കൗണ്ട് വിസിറ്റ് ചെയ്യുന്നവർക്കെല്ലാം കാണാൻ പറ്റും, നല്ല ഫോണ്ട് സ്റ്റൈലൊക്കെ കാണാൻ പറ്റും. അവരപ്പോൾ ഫോളോ ചെയ്യും. അപ്പോൾ ഈ ഒരു ഫോണ്ട് സ്റ്റൈലൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഫോളോവേഴ്സ് കൂടുതലും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫോണ്ട് സ്റ്റൈൽ എന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് നിങ്ങൾ ക്രോമിലിട്ട് പോകുക. അപ്പോൾ ക്രോമിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ IG ഫോണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ IG ഫോണ്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യമേ വരുന്നതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ ചാനൽ നെയിം ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. എൻ്റെ ചാനലിൻ്റെ നെയിം ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങനെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലുള്ള ഫോൺ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒന്ന് പോയിട്ട് നിങ്ങളുടെ എഡിറ്റ് പ്രൊഫൈൽ എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഒന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയാണോ മാറ്റം വരുത്തേണ്ടത് അതിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മാത്രം മതിയാകും.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോൺ സ്റ്റൈൽ മാറ്റുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്താണ് ഇവിടെ മോർന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ സ്റ്റൈൽ മാറ്റിയത് കണ്ടു. ഇങ്ങനെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മാത്രം മതിയാകും. നിങ്ങളുടെ ബയോയിലെ ഫോണ്ടിൻ്റെ സ്റ്റൈൽ നമുക്ക് കിടിലനാക്കാൻ കഴിയുന്നതാണ്. ഞാൻ അവസാനമായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. അതൊരു ട്രിക്കാണ്, നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ പറ്റിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. മോഹൻലാൽ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, ദുൽഖർ സൽമാനും എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഫേമസ് ആയിട്ടുള്ള ആൾ നമുക്ക് മെസ്സേജ് അയച്ചു എന്ന് ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്? അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ അതിശയിച്ചു പോകും. കാരണം മോഹൻലാൽ, അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ പോലുള്ളവർ നമുക്കൊക്കെ മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞാൽ വളരെ കാര്യമാണ് അല്ലേ? അപ്പോൾ ഇത് കൂട്ടുകാരെ പറ്റിക്കാൻ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഇത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആരുടെയാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. മീൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. ഫേമസ് ആയിട്ടുള്ള ആരെയാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. ഞാനിപ്പോൾ മമ്മൂട്ടി എന്നാണ് സെർച്ച് ചെയ്തത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ മെസ്സേജ് അയക്കുക. ഏത് മെസ്സേജാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം. കാരണം അവരയക്കുന്ന മെസ്സേജ് വേണം നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യാൻ. അതായത് ഇപ്പോൾ ഹായ് മോനെ എന്ന് ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ നിങ്ങളുടെ ചാറ്റിലേക്കൊന്ന് പോകുക. ചാറ്റിലേക്ക് പോയതിന് ശേഷം ഞാൻ അയച്ച മെസ്സേജ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് മാർക്ക് ആസ് അൺറീഡ് എന്ന് കൊടുക്കുക. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചതായിട്ടാണ് കാണുന്നത്. എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ പറ്റുകയില്ല. ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് മാർക്ക് ആസ് അൺറീഡ് കൊടുത്താൽ മതി. നമുക്ക് മെസ്സേജ് വന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫ്രണ്ട്സിനെ നമുക്ക് കളിപ്പിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ്, അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചു എന്ന് ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്സിനെ പറ്റിക്കാൻ പറ്റുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. ഇതുപോലുള്ള പുതിയ അറിവുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.